ഒമാഡ് എന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റം ഞാൻ കേട്ടിട്ടുണ്ട്. 1 മീല് 1 മീൽ ഡേ. അതൊക്കെ കൺസെപ്റ്റ് ഒക്കെ ഭയങ്കര, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി R&D ചെയ്തു. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോഞ്ചിവിറ്റി അതാണ് ഇപ്പോഴത്തെ ഒരു സൂപ്പർ ട്രെൻഡായിട്ട് വേൾഡ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാനാണ് അത് കൊണ്ടുവരുന്നത്. ലോഞ്ചിവിറ്റി എന്താ? ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വേൾഡ് വൈഡ് ഒരു സൂപ്പർ ഫുഡ്, അതിനകത്ത് കറക്റ്റ് ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് എങ്ങനെ, ഫാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ മഞ്ജു വാര്യരൊക്കെ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അവർ ഇന്നാളി മഞ്ജുവും അവർ ജപ്പാനിൽ പോയി ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് അതിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നെ. അയ്യോ, ഫോളോ ചെയ്യും. നമ്മുടെ നാട്ടിൽ അതനുസരിച്ചിട്ട് അവിടെ അതേപോലെ മീനും മത്തിയും ചോറും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനെല്ലാം ഒരു സ്റ്റൈൽ ഓഫ് അത് വരണം, അതൊക്കെ വരും. കാത്തിരിക്കും, നിങ്ങളൊക്കെ കഴിക്കേണ്ടി വരും മോനെ. ഇപ്പൊ നമ്മൾ അതിന് പകരം സപ്ലിമെന്റ്സ് ഫുഡ് തന്നെ സപ്ലിമെന്റ് ആയി മാറാൻ പറ്റുമോ? മാറും. അതിപ്പോ ഇനി ഒരു ടെക്നോളജി ഞാനിപ്പോ കേട്ടാണ്, പറഞ്ഞാൽ നിങ്ങൾ വെച്ചില്ല, ഇനി ഒരു വലിയ നിങ്ങൾ കുറെ ബില്യണയറായി അല്ലെങ്കിൽ കുറെ പൈസയൊക്കെ ആയി, നിങ്ങൾക്ക് ഇനി ആരോഗ്യം അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തും. നിങ്ങൾക്ക് ഒരു സദ്യ കഴിക്കണം, നിങ്ങൾക്ക് നല്ലൊരു കൊടീശ്വര, പക്ഷെ നിങ്ങൾക്ക് ഒറിജിനൽ സദ്യ കഴിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകുന്ന പരുവത്തിലാണ്. നിങ്ങൾക്കൊരു ടാബ്ലറ്റ് തരും, അതിനകത്ത് രസവും സാമ്പാറും പാലട പ്രഥമന്റെ എല്ലാം ഫ്ലേവർ ഉണ്ട്. പക്ഷെ ഒരു ഗുളിക കഴിച്ചിട്ട് സദ്യ കഴിച്ചു ആ ഒരു ഫീൽ വേണോ? നിങ്ങൾക്ക് കൈവച്ച് കുഴച്ചൊരു വാഴയിലേക്കകത്തിരുന്ന് തൊട്ടടുത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് പപ്പടവും പരിപ്പും നെയ്യൂടെ ഒക്കെ പൊടിച്ച് ആ ഒരു സുഖം ഈ ടാബ്ലറ്റിന് കിട്ടണമെന്നില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് വന്നേക്കാന്നല്ല, അതിന്റെയൊക്കെ R&D പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിയാവുന്ന കുറെ സെലിബ്രിറ്റികളൊക്കെ കഴിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊന്നും അങ്ങനെ ജീവിച്ചു തന്നിട്ട് കാര്യമുണ്ടോ?